റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് അവിടെ നിന്ന് നമുക്കൊന്ന് പോകാം. റോമാലേഖനം നിങ്ങൾ പഠിക്കണം, വായിക്കണം. റോമാലേഖനം സിസ്റ്റമാറ്റിക്കലി ഒരു ദൈവിക സന്ദേശമാണ്. ഒരു വളരുവാൻ ആഗ്രഹിക്കുന്ന വളർന്നവർക്കും മുതിർന്നവർക്കും ശുശ്രൂഷയിലായിരിക്കുന്നവർക്കുമെല്ലാം എപ്പോഴും റോമാലേഖനം വായിക്കുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. കാര്യം വളരെ സിസ്റ്റമാറ്റിക്കലി പാപാവസ്ഥയിലായിരുന്ന അനാദിയിലെ നമ്മളെ കണ്ട ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് നമ്മളെ ശുദ്ധീകരിച്ച് നീതീകരിച്ച് അങ്ങയുടെ മഹത്വത്തിൻ്റെ രാജ്യത്തിൻ്റെ ഓഹരിക്കാരായി നമ്മളെ നിർത്തിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ക്ലാസ് ആയിട്ട് തരംതിരിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളതുകൊണ്ട് വായിക്കണം. 8-ാം അധ്യായത്തിലൊക്കെ ഇങ്ങനെ ആ ഭാഗം പറയുന്നത് തന്നെ, അങ്ങനെ ഇപ്പോൾ ക്രിസ്തേശുവിലായിരിക്കുന്ന നമുക്കൊന്നും ശിക്ഷാവിധികളില്ല. 8-ാം അധ്യായം എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തേശുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു ശിക്ഷാവിധിയും ഇല്ല. അതൊക്കെ ഓർത്ത് നമ്മൾ കർത്താവിനെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. നമ്മുടെ ചൂട് കൂടുമ്പോൾ നമുക്ക് ഈ ശരീരത്തിന് വഹിപ്പാൻ കഴിയത്തില്ല. തണുപ്പ് കൂടുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിന് വഹിപ്പാൻ കഴിയത്തില്ല. നമ്മുടെ മുമ്പിൽ നമ്മളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു പഴുതാരെയോ ഒരു ഇഴജന്തുക്കളെയോ കണ്ടാൽ നമ്മുടെ സമനില തെറ്റിപ്പോകും. അങ്ങനെയാണെങ്കിൽ കർത്താവിനോട് പറയണം, കെടാത്ത തീയും ചാവാത്ത പുഴുക്കളുമുള്ള ഒരു നിത്യനരകത്തിലേക്കായിരുന്നു എൻ്റെ യാത്ര. അവിടെ നിന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ എന്നെ പിടിച്ച് എനിക്കൊരു യൂടേൺ നൽകി യേശുവിനോടുകൂടെയുള്ള ഒരു നിത്യതയ്ക്കായി എന്നെ ഒരുക്കിയിരിക്കുന്നതോർത്ത് സന്തോഷത്തിന്റെ പ്രതീകം എന്നുള്ള നിലയിൽ കരങ്ങളെ തട്ടിക്കൊണ്ട് പറ, എന്റെ കർത്താവിനെ കണ്ടു തിരഞ്ഞെടുത്ത് നിത്യതയ്ക്കായി എന്നെ ഒരുക്കിയതിനായി സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. 12-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പൊ ദൈവത്തിൻ്റെ മനസ്സലിവ് പൗലോസ് അപ്പോസ്തലൻ കണ്ടു, അല്ലേ? ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച്. കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത്, ഞാൻ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്തര അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. യേശു കർത്താവിൻ്റെ ആ മേശ പോൾ കണ്ടു. അത് പറയുകയാണ്. ഇവിടെ പറയുകയാണ്, മനസ്സലിവ് പോളിന് കാണാൻ കഴിഞ്ഞു. സ്തോത്രം. ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ നിങ്ങൾ വായിച്ചാട്ടെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവൻ, വിശുദ്ധി, ദൈവത്തിന് പ്രസാദമുള്ള ജീവനുള്ള ശരീരങ്ങളെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഒന്നുകൂടെ പറഞ്ഞേ, ജീവനുള്ള ശരീരത്തെ, എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, ഇങ്ങനെ നെഞ്ചത്ത് കരം വെച്ച് പറ, എന്റെ ജീവനുള്ള ശരീരത്തെ. ഇത്ര ശബ്ദം പോരാ, ഒന്നുകൂടെ പറഞ്ഞാട്ടെ, എന്റെ ഈ ജീവനുള്ള ശരീരത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച് കർത്താവിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. അങ്ങനെ ധൈര്യമില്ലാത്തവരെ ചേർപ്പാനല്ല കർത്താവ് വരുന്നത്, കേട്ടോ. അങ്ങനെ ധൈര്യമില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിച്ച്, യേശു അപ്പാ എന്നെ കഴുകി ശുദ്ധീകരിച്ചാട്ടെ. ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാ തരങ്ങളും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. വരവിനായിട്ട് ഒരുങ്ങി നിൽക്കുന്നവരെ ചേർപ്പാൻ നമ്മുടെ കർത്താവ് മണിയറവാസത്തിനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന ജനത്തെ ചേർപ്പാൻ വരുമ്പോൾ ഈ ടെൽഫോർഡ് സഭയിലുള്ള ഓരോ വിശുദ്ധനും വിശുദ്ധമതിയും കൈവിട്ടു പോകരുത്. അതുകൊണ്ട് കണ്ണുകൾ അടച്ചിട്ട് പറ, കർത്താവേ, എടുക്കപ്പെടുന്നതിന് വിരോധമായിട്ട് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കുഞ്ഞാടേ, നീ കഴുകി വിശുദ്ധീകരിച്ചാട്ടെ. അങ്ങക്ക് സമ്പൂർണ്ണ യാഗവസ്തുവായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അടുത്ത വാക്യം, ഈ ലോകത്തിന് അനുരൂപരാകാതെ. അതുകൊണ്ട് ജീവനുള്ള വിശുദ്ധീകരിക്കപ്പെട്ട യാഗവസ്തുവായിരിക്കുന്ന നമ്മുടെ ശരീരങ്ങളെ കുറിച്ച് പോൾ പറയുകയാണ്, നിങ്ങൾ അതുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ലോകമോഹം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിക്ക് വിപരീതമാണ്. ലോകമോഹം ദൈവസ്നേഹത്തിന് വിപരീതമാണ്.
ഒരുത്തൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. നമ്മളിത് അറിയണം. നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ ഈ ലോകത്തിൻ്റെ അധീനതയിൽ കിടക്കുന്ന വിഷയങ്ങളുടെ മേൽ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ലഭ്യമാകാതിരിക്കുമ്പോൾ മനസ്സ് തകർന്ന് കുഴഞ്ഞ് നമ്മൾ പോവുകയാണ്. ജീവനുള്ള വിശുദ്ധിയുള്ള യാഗവസ്തുവായി ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ദൈവമക്കളെക്കുറിച്ച് പോൾ പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. സ്തോത്രം അല്ലേ. നമുക്ക് മറ്റുള്ള ഇപ്പം നിങ്ങളുടെ മനസ്സുകളിലൂടെ അനേകരുടെ പിക്ചറുകൾ വന്നു പോയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഇന്ന് സഭായോഗത്തിന് വരാത്തവരെ കുറിച്ചായിരിക്കാം, ചിലപ്പോൾ നമ്മളെ ഉപദ്രവിച്ചവരെ കുറിച്ചായിരിക്കാം, അവരോടുള്ള ദൂതാണെന്നായിരിക്കും ചിന്തിക്കുന്നത്. എന്നാൽ അവരോടല്ല, ഇത് വിശുദ്ധ സത്യസഭയോടുള്ള ദൈവത്തിൻ്റെ ദൂത്. പോള് പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണെന്ന്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ദൈവസഭയെക്കുറിച്ച് ദൈവമക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ മനസ്സിലുള്ള മനസ്സലിവ് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണെന്ന്. സ്തോത്രം. അവിടെ നമുക്ക് വേണ്ടത് നന്മ വേണം, പ്രസാദകരമായ നിലയിൽ ജീവിക്കണം, പൂർണ്ണതയുമുള്ള ആ ദൈവഹിതം. അപ്പം നന്മ ദൈവം നൽകും. നന്മ ദൈവം എത്ര വെച്ചേ ഉള്ളൂ. നന്മ ദൈവം ഒന്ന് പറഞ്ഞേ, ശബ്ദം ഉയർത്തി. എൻ്റെ ദൈവം എൻ്റെ നന്മയ്ക്കായി സകലം ചെയ്യും. നന്മ ദൈവം, ഒന്ന് ശബ്ദം ഉയർത്തി. നന്മ ദൈവം, മുഴുവൻ പേര് ഒരുമിച്ച് പറഞ്ഞേ, നന്മ നമ്മളുടെ ദൈവം നൽകും, പ്രസാദം നമ്മളുടെ ദൈവം നൽകും. പറഞ്ഞേ, പ്രസാദം നൽകും. നമുക്കല്ല, ഇത് ആർക്കാ? സ്തോത്രം. നമുക്കല്ലെങ്കിൽ ഇത് ആർക്കാ ലഭ്യമാകുന്നത്? അപ്പൊ നന്മകളാൽ നമ്മളെ നിറയ്ക്കും ദൈവം, സമാധാനത്താൽ നമ്മളെ ദൈവം നിറയ്ക്കും. ഒരാമീൻ പറഞ്ഞാട്ടെ. പ്രസാദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം നൽകും. പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് പോള് പറയുകയാണ്, ഈ ലെവലിലുള്ള ഉഴപ്പിയുള്ള ആരാധന അല്ലെങ്കിൽ സ്തോത്രം പറച്ചിലെ നമ്മുടെ സമർപ്പണങ്ങൾ പോരാ. നിങ്ങളോട് ആരോടും അല്ലെങ്കിൽ ഇത് എന്നോടുള്ളൊരു ദൂത. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. പോള് പറയുകയാണ്, അതുകൊണ്ട് ബിജു ചെറിയാനെ, നീ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്റെ കാര്യം വലിയ കഷ്ടത്തിലാണെന്ന്. സ്തോത്രം. മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടണം. ഇന്ന് പകലിൽ പറയണം, നമ്മുടെ കോപങ്ങളും പകയും ദേഷ്യവും നിലനിൽക്കെ നമ്മൾ 21 ഉപവസിച്ചു. നമ്മുടെ ദേഷ്യവും പകയും പിണക്കവും ഈർച്ചയും നിലനിൽക്കെ നമ്മൾ 7 ദിവസം സമ്പൂർണ്ണമായിട്ട് ഉപവസിച്ചു. നമ്മൾക്ക് ആ വ്യക്തികളോട്, ജനങ്ങളോട്, ചിലരോടുള്ള ദേഷ്യത്തിൻ്റെ ആ പിരിമുറുക്കത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരങ്ങളെ അടിച്ച് ആരാധിച്ചു. ദൈവകോപത്തിൻ്റെ ദൈവമക്കളെ നിങ്ങൾ ഇരയായിത്തീരരുത്. ഒരു ഉപവാസം കഴിഞ്ഞിട്ട് കോപം നിൽക്കുകയാണെങ്കിൽ നിന്റെ ഉപവാസത്തിൽ ദൈവം പ്രസാദിച്ചുവെന്ന് നീ കരുതരുത്. നീ ഉപവസിച്ചിട്ട് നിന്റെ പിണക്കങ്ങൾ വ്യക്തികളോടുള്ളത് മാറുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിന്റെ ഉപവാസം വെറുതെയായി തീർന്നു. സ്തോത്രം. നമുക്കൊരു പേടിയുമില്ല. ഇന്ന് പറയണം, കർത്താവേ ഹല്ലേലൂയ, നീ എന്നെ കഴുകണമേ, നീ എന്നെ കഴുകണമേ. നമുക്കറിയാം, നമുക്ക് എത്ര പാപം ചെയ്താലും ഉണ്ടല്ലോ, ഞാൻ വചനത്തിൽ നിന്ന് തെളിയിച്ചു പോയിക്കോളാം, നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിയും. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ദൈവത്തെ ആരാധിക്കുമ്പോൾ പാപബോധം ഉയരുന്നില്ല. പാപബോധം, ആരാധനയെങ്കിൽ പാപബോധം ഉയരത്തില്ല. പക്ഷെങ്കിൽ സത്യവചനം ലജ്ജ കൂടാതെ പ്രസംഗിക്കുന്നവിടത്ത് ഒരു പാപബോധമുള്ളവൻ ഇരിക്കുകയാണെങ്കിൽ
അവൻ പറയും, കർത്താവേ, ഈ വചനത്തിന്റെ ശക്തി എന്നോട് ഇടപെടുന്നു, ഇത് എന്നോട് മാത്രമായിട്ടുള്ള ദൂതാകയാൽ ക്രമപ്പെടേണ്ട വിഷയത്തിൽ ഇന്ന് ക്രമപ്പെട്ടു പോകുവാൻ കൂടിയാണല്ലോ ഈ ആരാധന ഇവിടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. ഓരോ ആരാധനയിലും വരുമ്പോൾ സ്തോത്രം, നമുക്ക് പരിമിതികളൊക്കെ ഒത്തിരിയുണ്ട്. എന്നാൽ അടുത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഒന്ന് സന്തോഷത്തോടെ ആയിരിക്കുന്നു സ്തോത്രം എന്നൊക്കെ നമ്മളൊന്ന് ചോദിക്കണം. ഹല്ലേലൂയ. ഒരു ഫെലോഷിപ്പ് ലഭ്യമാകുന്നില്ല എങ്കിൽ നമ്മൾ എങ്ങനെ ദൈവത്തെ കാണും? കാണുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് നമുക്ക് ഇടർച്ചകളാണെങ്കിൽ, പ്രശ്നങ്ങളാണെങ്കിൽ, കാണാത്ത ദൈവത്തെ നമ്മൾ എങ്ങനെ ആരാധിക്കും? സ്തോത്രം, സ്തോത്രം. നീതീകരിക്കപ്പെട്ട്, വിശുദ്ധീകരിക്കപ്പെട്ട്, നിർമ്മലീകരിക്കപ്പെട്ട് വേണം ഇന്ന് ഈ ആലയം വിട്ട് മടങ്ങുവാൻ. ഇന്ന് ഈ ആലയം വിട്ട് മടങ്ങുവാൻ, അല്ലേ? ബിജു ചെറിയാൻ വന്ന് ഇച്ചിരി പ്രകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന്റെ ദൂത് കേട്ട് വരുമെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ച് വന്നിരിക്കുന്നത്. തെറ്റ് പറയുന്നില്ല ഞാൻ നിങ്ങളെ. നിങ്ങൾക്ക് നിറയ്ക്കാനുള്ള ദൈവത്തിന്റെ ദൂത് നൽകുക തന്നെ ചെയ്യും. പക്ഷെങ്കിൽ അതിലുപരിയായി പോൾ പറയുകയാണ്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ഇന്ന് ഈ ആലയം വിട്ടു പോയില്ലെങ്കിൽ ഉണ്ടല്ലോ, കൈയടിച്ചതും ഉപവസിച്ചതും പാടിയതും പ്രസംഗിച്ചതും സ്നാനപ്പെടുത്തിയതും സമർപ്പിച്ചതും മുഴുവൻ വ്യർത്ഥമായി തീരും. നമ്മളെ ഇട്ടേച്ചു പോകും. ഇങ്ങനെയുള്ള മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാത്തവരെ ചേർപ്പാനല്ല നമ്മുടെ കർത്താവ് സ്വർഗസിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ രക്തം കൊടുത്ത് നമ്മളെ വിലക്ക് വാങ്ങി മണവാട്ടി എന്നുള്ളതിലാക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് പറയണം, വരവിങ്കൽ എനിക്ക് മറ്റുള്ളത് എന്തിനേക്കാളും ഉപരിയായി അങ്ങയോടൊപ്പം എടുക്കപ്പെടുന്നതാണ്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ രീതികളിൽ നമുക്ക് മാറ്റം വരണമേ. എന്നോട് തന്നെ നമ്മുടെ പല സഭകളിലുള്ളവർ ഇത് പറയാറുണ്ട്, പാസ്റ്ററെ ഞങ്ങളായിരുന്ന സഭയിൽ ഇങ്ങനെയല്ലായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തുവായിരുന്നു അവിടെ? എല്ലാ ആഴ്ചയിലും മുടന്തൻ നടക്കുമെന്ന്. ഞാൻ പറഞ്ഞു, ഇവിടെ മുടന്തൻ ഇല്ലാത്ത എൻ്റെ കുഴപ്പമാണോ? എല്ലാ ആഴ്ചയിലും കുരുടർ കേൾക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഇവിടെ കുരുടരായിട്ട് ആരുമില്ല. എല്ലാ ആഴ്ചയിലും അന്ധര് കാണുമായിരുന്നു. ഞാൻ ചോദിച്ചു, ഇത്രമാത്രം കുരുടരും അന്ധരും ചെകിടരുമുള്ള സ്ഥലത്തു നിന്നാണോ നിങ്ങൾ വന്നതെന്ന് ചോദിക്കാറുണ്ട്. അത്ഭുതങ്ങളുടെ ഘോഷയാത്രയിൽ അവർ മതിമറന്നപ്പോൾ ഉണ്ടല്ലോ, അടിസ്ഥാന ഉപദേശങ്ങൾ പ്രസംഗിക്കുന്ന സഭയിൽ വരുമ്പോൾ അവർക്ക് പിരിമുറുക്കമാണ്. ഇവിടെ അത്ഭുതമില്ല, ഇവിടെ അടയാളങ്ങളില്ല, ഇവിടെ വീര്യപ്രവർത്തികൾ നടക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, ഇതൊക്കെ അടയാളങ്ങളുടെ ഒരു ആരംഭങ്ങളാണ്. അടയാളങ്ങളെന്ന് പറയുന്നത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രാപിച്ചിരിക്കുന്ന ദൈവമകനും ദൈവമകളും പറയണം, അങ്ങന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ കൊത്തവണ്ണം ഞാൻ എത്ര അങ്ങേ സ്തുതിക്കണം. ഇത് ആരാധിക്കത്തില്ല, കരമിങ്ങനെ കെട്ടി നിൽക്കും, വാ തുറക്കത്തില്ല. സ്തോത്രം. നിങ്ങൾ ദൈവത്തെ ആരാധിച്ചോണമേ. കരങ്ങളെ അടിപ്പാൻ ലഭ്യമായവർ കരങ്ങളെ അടിച്ചോണമേ. കരഞ്ഞ് നിലവിളിച്ച് ചിലത് നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ നിലയിലേക്കൊന്ന് മടങ്ങി വരണമേ. സ്തോത്രം. ഞാൻ ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ സ്റ്റാൻഡേർഡുകളും നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷനുകളും നമ്മുടെ പൊസിഷനുകൾക്ക് ഉയർച്ചകൾ വരുമ്പോൾ ദൈവം നമ്മളെ മറക്കല്ലേ. ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ സ്റ്റാൻഡേർഡിന് ദൈവം വ്യത്യാസം വരുത്തുമ്പോൾ, നമ്മുടെ സാമ്പത്തികത്തിന് ഭദ്രത വരുത്തുമ്പോൾ, നമ്മളായിരിക്കുന്ന ലെവലുകളുടെ പൊസിഷനുകൾക്ക് അല്പം ദൈവം ഉയർച്ച നൽകുമ്പോൾ ദാവീദ് പറഞ്ഞതുപോലെ പറയണം, കർത്താവേ, 24 മൂപ്പന്മാരും തങ്ങളുടെ പൂർണ്ണതയുടെ കിരീടമാകുന്ന കിരീടങ്ങളെ താഴെയിട്ട് പറയുകയാണ്, കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയാ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ഇന്ന് ഭവനത്തിൽ ചെന്ന് നിങ്ങൾ തന്നെ ദൈവസന്നിധിയിൽ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് വേണം ചോദിച്ചോ, വരവിങ്കൽ ഞാൻ എടുക്കപ്പെടുമോ? ഈ ലോകത്തിന് അനുരൂപയായി ഞാൻ തീർന്നിട്ടുണ്ടോ? മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളാണ് നമ്മളുടെ അനുഗ്രഹത്തിൻ്റെ മാനദണ്ഡം. അവന് BMW ഉണ്ടെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു മേഴ്സിഡസ് വേണം. അവന് മേഴ്സിഡസ് ഉണ്ടെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ജാഗ്വാർ വേണം. മറ്റുള്ളവൻ്റെ അനുഗ്രഹത്തിൻ്റെ ആ ലെവല് വെച്ച് നിന്റെ ജീവിതത്തെ ലോകത്തിന് അനുരൂപനായി നീ വീഴുമ്പോൾ കർത്താവ് പറയാണ്, ഞാൻ നിന്നെ തള്ളും.
ഞാൻ നിന്നെ തള്ളും. സ്തോത്രം. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്, ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലൊന്ന് അടഞ്ഞേ. എന്നിട്ട് പറഞ്ഞേ, കർത്താവ്, ഈ ലോകത്തിന് ഞാൻ അനുരൂപനാകരുതേ, ഈ ലോകത്തിന് ഞാൻ അനുരൂപയാകരുതേ. എനിക്കിവിടെ ഒന്നും ലഭ്യമായില്ലെങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ തള്ളുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇതായിരിക്കണം നമ്മുടെ നിലപാട്. ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് അതരങ്ങളെ തുറന്നേ, അതരങ്ങളെ തുറന്നേ. ചിലപ്പോൾ ഒരാഴ്ച നമുക്കിനി ലഭ്യമായില്ലെങ്കിലോ, കർത്താവിന്റെ വരവ് ഇന്നാണെങ്കിലോ, കർത്താവിനോടൊന്ന് നിരപ്പറ വെച്ച് നന്മ എന്തെന്നും പൂർണ്ണത എന്തെന്നും പ്രസാദം എന്തെന്നും തിരിച്ചറിഞ്ഞ്, യേശുവേ, ഞാൻ എന്റെ മനസ്സിനെ ഒന്ന് രൂപാന്തരപ്പെടുത്തുന്നു. ഹല്ലേലൂയ. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ രൂപാന്തരപ്പെടുവീൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഇതിനകത്ത് നേഴ്സസ് ആയിരിക്കുന്നവരോട് ഞങ്ങൾ വിനീതമായിട്ട് പറയാം, നിങ്ങളുടെ കൂടെയുള്ള ആർക്കെങ്കിലും ബാൻഡ് 6 കിട്ടിയതായിരിക്കരുതേ നിങ്ങളുടെ ബാൻഡ് 6 കിട്ടുവാനുള്ള പ്രാർത്ഥനയുടെ പ്രേരണ. ഒരിക്കൽ കൂടി പറയാം, നിങ്ങളുടെ ഇടയിൽ ബാൻഡ് 7 ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടിയതാകരുത് നിനക്ക് ബാൻഡ് 7 കിട്ടുവാനുള്ള പ്രാർത്ഥനയുടെ പ്രേരണ. നീ പറയണം, കർത്താവ് എനിക്കായിട്ടൊരു വഴി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ തടയുന്ന പോരുകളെ ഛേദിച്ച് മുന്നേറുവാൻ ഞാൻ പ്രാർത്ഥിക്കും. ദൈവഹിതമല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട, ദൈവഹിതമല്ലാത്തതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്നതാണ് ഒരു ഭക്തന്റെ ദൈവത്തോടുള്ള ആ ഹൃദയം തുറന്നുള്ള നിലപാടിന്റെ പ്രതിഷ്ഠ. ദൈവഹിതമല്ലാത്തത് എനിക്ക് വേണ്ടേ. സ്തോത്രം, സ്തോത്രം. ദൈവഹിതം എന്നതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുവിൻ. ദൈവഹിതം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. യേശു കർത്താവ് ഈ ശിഷ്യഗണങ്ങൾ ചോദിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ, പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വായിച്ചേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ കടംപെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങൾ ക്ഷമിച്ചത് തന്നെയാണ്, അല്ലേ? നമ്മൾ ഈ വീറും വാശി എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു ഞങ്ങളുടെ മണർകാട് ഭാഷയല്ലേ ജിജോ ബ്രദറെ, വീറും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പദം. അറിയില്ലാത്തൊരു ജിജോ ബ്രദറിനോട് ചോദിച്ചാൽ മതി. നമുക്ക് വീറും വാശി എന്തിനായിരിക്കണമെന്നാണ് വേണ്ടത്? എൻ്റെ ഒരു നിലപാട് ഞാൻ പറയാം. ഇവിടെ 100 പേരിരിപ്പുണ്ടെങ്കിൽ എൻ്റെ വീറും വാശി എന്നാണെന്നറിയോ? ദൈവമേ, സ്വർഗത്തിൽ നിന്ന് ദൂതൻ കുനിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ആരാധന കാണണം. 100 പേരുടെ കാണുന്നതിനേക്കാൾ ഉപരിയായി എന്നെ കാണണം അവിടെ. സ്തോത്രം. എന്നെ കാണണം, എന്നെ കാണണം എൻ്റെ ദൈവം. സ്തോത്രം. നമ്മൾ മാഞ്ചസ്റ്റർ ചർച്ചിൽ ചില ആഴ്ചകളിൽ ആഴ്ച യോഗം കഴിഞ്ഞ് ഞാൻ മൺഡേ ട്യൂസ്ഡേ വിളിച്ചു നോക്കും, ഇന്നലെ കണ്ടില്ല, എന്ത് പറ്റി? ഞാനവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറയും. എവിടെ? ഞാനവിടെ 3-ാമത്തെ റോയിലുണ്ടായിരുന്നല്ലോ പാസ്റ്റർ എന്ന് പറയും. സ്തോത്രം. നമ്മൾ കണ്ടില്ല. സ്തോത്രം. പക്ഷെ പുതിയതായിട്ട് വന്ന ചിലർ കര ഉയർത്തേക്ക് സ്തോത്രം ചെയ്യും. നമ്മളത് കഴിയുമ്പോൾ ചോദിക്കാം, അന്ന് ആ പുറയിലായിരുന്ന ആ ബ്ലൂ ചുരിദാറിട്ട ആളായിരുന്നു, അത് പുതിയതായിരുന്നു. ഐ കോണ്ടാക്ട് കിട്ടത്തക്ക നിലകളിൽ ദൈവത്തോട് പറയണം. നമ്മളൊന്ന് ചിന്തിച്ച് ചോദിക്കുക, സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണ്. ഈ സാറ്റർഡേയിൽ ഭൂലോകത്ത് എവിടെയെല്ലാം ദൈവത്തെ ജനം ആരാധിക്കുന്നല്ലേ? നമ്മുടെ മഹനീയ സഭകളിൽ തന്നെ എത്ര ആരാധനകളാണ് സാറ്റർഡേ ഉയരുന്നത്. അവിടെ തന്നെ പല നിലകളിൽ ദൈവത്തെ പല 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 സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവിടെ എന്നെ കാണണം. അതിലിച്ചിരി വീറും വാശിയും വേണം. അതിലിച്ചിരി വീറും വാശിയോടും കൂടി ആരും കരം അടിച്ചില്ലെങ്കിലും പ്രാർത്ഥിക്കണം, ഇന്ന് എൻ്റെ കരത്തെ വിടുവിക്കണമേ.
ബന്ധിക്കപ്പെട്ടു പോവുകയാണ് നമ്മൾ. ദൈവമക്കളെ, ഞാൻ വളരെ ദുഃഖത്തോട് പറയുകയാണ്, ബന്ധിക്കപ്പെട്ടു പോകുകയാണ് നമ്മൾ. കരയടിക്കാൻ പറ്റത്തില്ല. ഭാര്യ എന്നാ വിചാരിക്കും, എടാ ഭാര്യയെ നിനക്ക് നൽകിയത് നിന്റെ കരയടി ദൈവം കണ്ടതുകൊണ്ടാ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് കരയാൻ പ്രേരണ ദൈവം നൽകുമ്പോൾ കരഞ്ഞോണം. നിലവിളിക്കണമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ചു. അനുതാപത്തോടെ ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കി ഇരിക്കണമോ, ഇരുന്നോ. വിടുതലും കൊണ്ടേ മടങ്ങാവുള്ളൂ. എന്നിട്ട് പറയണം, ചില പ്രതിസന്ധികൾ എന്നെ ഭരിക്കുന്നുണ്ടായിരുന്നു, ചില പ്രതികൂലങ്ങൾ എനിക്കെതിരെ ചോദ്യചിഹ്നമായിട്ട് ഉയർന്നിരുന്നു, എൻ്റെ മനസ്സിൽ പോലും ചില പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ദൈവം എന്നോടെന്താ ഇങ്ങനെ മാറി നിൽക്കുന്നുള്ള ചിന്താഭാരത്താലാണ് ഞാൻ വന്നത്. എന്നാൽ ഇന്ന് ആലയം വിട്ട് മടങ്ങുമ്പോൾ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മടങ്ങുവാൻ എന്നെ സ്വർഗം സഹായിക്കുന്നു. ഞാൻ ലോകത്തിന് അനുരൂപനാകുവാനല്ല. സ്തോത്രം. ഹല്ലേലൂയ. പോൾ പറയുകയാണ്, ലോകത്തിന് അനുരൂപരാകരുത്. ഇവിടെ കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ നമ്മുടെ പാപങ്ങളെ നമ്മൾ നമ്മുടെ കടംപെട്ടിരിക്കുന്നവനോട് ഞങ്ങളും ക്ഷമിക്കണമേ. ഈ ഭാഗം നിങ്ങൾ വായിച്ച് കഴിഞ്ഞിട്ട് യേശു കർത്താവ് ഒരു പ്രാക്ടിക്കൽ ഒരു അസൈൻമെന്റ് അവിടെ പറയുന്നുണ്ട്, അല്ലേ? ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്ന ഏവനോട് ഞങ്ങളോട് ക്ഷമിക്കും, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണമേ. അപ്പൊ പരീക്ഷകൾ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് അടുത്ത ഇട്ട മക്കളെ. പിന്നെ അവർ നിങ്ങളിൽ, ഇതാണ് പ്രാക്ടിക്കൽ അസൈൻമെന്റ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വ്യക്തിയോട് വന്ന് 3 അപ്പം വായ്പ തരണമേ എന്ന് ചോദിക്കുന്നൊരു ഭാഗമാണ്. തനിക്ക് വേണ്ടിയിട്ടല്ലത്, തനിക്ക് വേണ്ടിയിട്ട് അല്ല. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് അലഞ്ഞു വന്നിരിക്കുന്നു. ഇനി ഈ അപ്പം എന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾ വിട്ടിട്ട് നിങ്ങൾ ഈ ആലയത്തിൽ തന്നെ കൂടുന്ന മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഒരു പരപ്രേരണയുമില്ലാതെ, എൻ്റെയോ റിജോയിയുടെയോ റിജോ പാസ്റ്ററുടെയോ അല്ലെങ്കിൽ നിങ്ങളിലുള്ള കൂട്ടു സഹോദരങ്ങളുടെയോ ഒരു പരപ്രേരണയുമില്ലാതെ നിങ്ങളൊന്ന് ഉപവസിച്ചിട്ടുണ്ടോ? ഒരു പരപ്രേരണ ആരുടെയും ഒരു പരപ്രേരണയില്ല. എനിക്കിന്ന വ്യക്തിക്ക് വേണ്ടി ഒന്ന് ഉപവസിക്കണം എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടൊക്കെ ഉണ്ടായിരിക്കും. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു കാണും, അവൻ അത് തന്നെ വരണമെന്ന്, അല്ല അവൾക്ക് അത് തന്നെ വരണമെന്നായിരിക്കും ഉള്ളിൽ തോന്നുന്നത്. ജഡചിന്തയാ, മനസ്സിൻ്റെ ചിന്തയാ. ആത്മാവിൻ്റെ ചിന്ത ജഡചിന്തക്കെതിരാ. അതിനെ കീഴ്പ്പെടുത്തണം, അതിനെ മെരുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഒരാൾ ഉപവസിക്കാൻ തയ്യാറായ 10 പേര് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ തയ്യാറാ. ഞാൻ ഒരിക്കൽ കൂടി അത് പറയാം. ഒരാൾ നിങ്ങളൊന്ന് ഉപവസിക്കാൻ തയ്യാറാണെങ്കിൽ, സ്തോത്രം, 10 പേര് ഉപവസിക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ ഈ അടുത്ത് എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം പറയാം. ഞാൻ 2 ആഴ്ച മുമ്പ്, ഒരു 10 ദിവസമായിട്ടുള്ളൂ, ഒരു ട്യൂസ്ഡേ രാവിലെ ഞാൻ നോക്കിയപ്പോൾ വീട്ടിൽ ഒത്തിരി ഫുഡ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. 2 വീക്സ് ഹോളിഡേയ്സ് അല്ലേ, ഇപ്പോൾ സുജ ഒത്തിരി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട പലഹാരങ്ങളും ഉണ്ട്, പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടതുമുണ്ട്, പല ഐറ്റംസ് ഉണ്ട്. ഞാനിത് എടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തപ്പോൾ ഒരു പ്രേരണ, ഞാൻ ചെയ്തത് കൊണ്ട് പറയുമല്ല, അതിൽ നടന്ന ഒരു കാര്യം ഞാൻ പറയാനാണ്. ഒന്ന് ഉപവസിച്ചേക്കാം. അപ്പം ഞാൻ ഈ ഫുഡ് ചൂടാക്കുകയും ചെയ്തു കഴിക്കാൻ. അപ്പം ഈ പിള്ളേരിത് അത്രയ്ക്ക് താല്പര്യമില്ലാത്ത ഒരു ആഹാരമാണ് ചൂടാക്കിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഓക്കെ പപ്പ കഴിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു, ഞാൻ കഴിച്ചോളാം. ഞാൻ എന്നിട്ട് എന്താ ദൈവാത്മാവ് ഇടപെടുന്നത്, ഇനിയും
കർത്താവിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ട്. ഞാൻ അന്നേരം ഈ എൻ്റെ ബെഡ്റൂമിൽ പോയി അവിടെ അല്പസമയം ഞാനിങ്ങനെ വചനമൊക്കെ ധ്യാനിച്ചു. എന്നിട്ട് ഞാൻ തീരുമാനിച്ചു ഏതായാലും ഇന്ന് അങ്ങ് ഉപവസിക്കാം. ചൊവ്വ, ബുധൻ, വ്യാഴം ഞാനിങ്ങനെ ഉപവസിച്ചേ 3 ദിവസം ഉപവസിപ്പാൻ ഒരു കൃപ കർത്താവ് നൽകി. ഇപ്പം ഞാൻ വെറുതെ ഇരുന്നപ്പോൾ, ഞാൻ ഉച്ചയായപ്പോൾ ഒരാൾക്ക് വേണ്ടി എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. രാവിലത്തെ എൻ്റെ ആ പ്രാർത്ഥനാ സെഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അപ്പം ന്യായമായിട്ടും ഞാൻ ചിന്തിക്കും ആ വ്യക്തിക്ക് ഡ്യൂട്ടിയാണല്ലോ. കാര്യം മൺഡേ ടു ഫ്രൈഡേ ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ്, അതെനിക്കറിയാം. എന്നാലും ഞാൻ ചിന്തിച്ചു ഒന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒരു വോയിസ് ക്ലിപ്പ്, ഒരു വോയിസ് മെസ്സേജായിട്ട് പ്രാർത്ഥനയായിട്ട് ഇടാം. വിളിച്ചപ്പോൾ ആ വ്യക്തിയെ കിട്ടി. അപ്പം എന്നോട് പറയുക, ഞാൻ വളരെ ഭാരത്തിലൂടെ കടന്നു പോകുക, പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, എനിക്ക് ഉപവസിപ്പാൻ ഒരു പ്രേരണയുണ്ട്, എന്നോട് ഇങ്ങോട്ട് പറയുക. ഞാൻ പറഞ്ഞു ഉപവസിച്ചോളാൻ പറഞ്ഞു. ആരും കൂട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞു ഞാനും കൂട്ടിരിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 വീടുകളിലാണ്, 10-60 മൈൽ വ്യത്യാസത്തിലാണ്. പക്ഷേ ആ സഹോദരി എന്നോടുകൂടെ 3 ദിവസം ഇരുന്നു. ഞങ്ങൾ 3 പേരും കണ്ടിട്ടില്ല നേരമൊന്നും. ഞാൻ പറഞ്ഞത് നീ ഉപവസിക്കാൻ തയ്യാറാണെങ്കിൽ എവിടെയോ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. പത്രോസ് വെൺമാടത്തിൽ പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ നിന്ന് ആൾക്കാരെ വിട്ടു. കൊർന്നല്യോസ്, നിങ്ങളിത് അറിയണമേ, നമുക്ക് വേണ്ടി ചിലതൊരുങ്ങണമെങ്കിൽ, നമ്മുടെ മാർവിടത്തിൽ തന്നെ ചില പ്രാർത്ഥനകളുടെ മറുപടികളെ മടങ്ങി വരണമെങ്കിൽ നീ വീണ്ടും മുട്ടുമടക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. യുണൈറ്റഡ് കിങ്ഡത്തിന് വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവാഹിതം അതിൽ വെളിപ്പെട്ടു, അതിൻ്റെ പ്രോസസ്സിങ്ങുകളെല്ലാം കഴിഞ്ഞു. COS എന്നോ COF എന്നാണ്ടല്ലേ പറഞ്ഞേ? എഫ് ആണോ എസ് ആണോ? എസ്. ആ COS കിട്ടാൻ ഒന്ന് വൈകിയപ്പോൾ ഭക്തൻ തൻ്റെ നിലപാട് കർത്താവിൻ്റെ സന്നിധിയിൽ വെളിപ്പെടുത്തി, മുട്ടയിരുന്നു, കരഞ്ഞു, പ്രാർത്ഥിച്ചു, അല്ലേ? ഈ പ്രാർത്ഥനയാണ് നിന്നിൽ നിന്നും എന്നിൽ നിന്നും മാറാതെ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പൊസിഷൻ മാറുമ്പോഴും സ്റ്റാൻഡേർഡ് മാറുമ്പോഴും സാമ്പത്തിക ഭദ്രത വരുമ്പോഴും നമ്മളെ കൊണ്ടുവന്ന വഴികളെ നിങ്ങൾ മറക്കരുത്. നമ്മളെ എവിടെ നിന്ന് ഇറക്കി എന്നുള്ളത് നമ്മൾ മറക്കരുത്. ആ നിലയിലേക്ക് നമ്മൾ മടങ്ങി വരുവാണെങ്കിൽ ഈ പ്രോസ്പറിൻ്റെ അടുത്ത ലെവലിലേക്ക് ദൈവം കയറ്റും. ഇപ്പം നിന്റെ ജീവിതത്തിൽ ഒരു അടവ് സംഭവിച്ചിട്ടുണ്ട്, അത് വിചാരിക്കുക. ഒരു ബ്ലോക്കേജ് സംഭവിച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയോ? നിന്റെ സ്റ്റാൻഡേർഡ് മാറി, നിന്റെ സാമ്പത്തിക സ്ഥിതി മാറി, നിന്റെ പ്രാർത്ഥനയുടെ രീതി മാറി. കർത്താവിന് വേണ്ടത് പഴയ ബിജു ചെറിയാനെയാ. നീ മുട്ടുമടക്കി അവിടെ അട്ടയെപ്പോലെ ഉരുണ്ട ഒരു സമയമുണ്ടല്ലോ. നീ ആ നിലയിലേക്കൊന്ന് മടങ്ങി വരാമെങ്കിൽ ഇന്നുള്ള ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ഞാൻ മാറ്റാം. എനിക്ക് നിന്നിൽ നിന്ന് വേണ്ടത് മറ്റുള്ള വ്യക്തികളുടെ ആരാധനയുടെ രീതിയല്ല. നീ ഏത് നിലപാട് അന്ന് സ്വീകരിച്ചോ അതിലേക്ക് നിനക്ക് മടങ്ങി വരുവാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നിന്റെ സ്ഥിതികൾക്ക് ഞാൻ മാറ്റം വരുത്തും. ഇയ്യോബിനെ കുറിച്ച് തുടക്കത്തിൽ പറയുന്നുണ്ട്, അവൻ മാന്യനായിരുന്നുവെന്ന്, അവൻ പ്രാർത്ഥനക്കാരനായിരുന്നുവെന്ന്. തീരുമ്പോൾ എങ്ങനെയാണെന്നറിയോ? ഇയ്യോബ് തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്തിയെങ്കിൽ ഇന്ന് ആത്മനിറവിൽ എന്നോടാണ് ഈ ദൂതെന്ന് കേൾക്കുന്ന ദൈവമക്കൾ പറ, കർത്താവ് എവിടെയൊക്കെയോ മൂല്യച്യുതികൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചോ? നന്മയും പ്രസാദവും പൂർണ്ണതയും ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 4:12 കൂടെ വായിക്കാം. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പിഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങള് ഈ പോളിന്റെ മനസ്സൊന്ന് കാണണമേ, ഇല്ലേ ചാ? പോൾ പറയുകയാണ് നന്മയും, ആദ്യം പറയുകയാണ്, ഞാൻ നിങ്ങളോട് ഒരു സൂത്രം പറയാം, നമ്മുടെ ടിപ്പിക്കൽ ഭാഷയിൽ പറയാം. ദൈവമക്കളെ, മഹനീയം ടെൽഫോർഡിലായിരിക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഞാൻ ദൈവത്തിങ്കിൽ നിന്ന് ഒരു ദർശനം കിട്ടി എനിക്ക് ഇന്നലെ രാത്രിയിൽ.
അത് നിങ്ങളോട് വെളിപ്പെടുത്താം. അതെന്താണെന്ന് വെച്ചാൽ ഇതാണ്: നിങ്ങൾ നന്മയുള്ളവരാകണം, നിങ്ങൾ പ്രസാദമുള്ളവരാകണം, നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണതയുള്ളവരായി തീരണം. നിങ്ങൾ ജീവനും വിശുദ്ധിയും ഉള്ള യാഗവസ്തുവായി നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണം. നിങ്ങൾ ഈ ലോകത്തിൽ അനുരൂപരായി പോകല്ലേ, ലോകമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തല്ലേ. നിങ്ങളെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോഴുണ്ടല്ലോ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമ്പൂർണ്ണ വ്യതിയാനം വരുത്തും. ജീവിക്കുന്ന യാഗവസ്തുക്കൾ, നമ്മൾ ജീവിക്കുന്ന യാഗവസ്തുവാണ്. നമ്മൾ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ് നമ്മൾ. ഇതെപ്പോഴും നമ്മൾ പറയണം. നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ ഡെഡിക്കേഷനൊക്കെ നമ്മൾ പറയാറുണ്ട്, വി ആർ സെപ്പറേറ്റിംഗ് ഇന്നയാളെ ഫോർ എ പർപ്പസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു പർപ്പസിന് വേണ്ടി ഈ കുഞ്ഞുങ്ങളെ മാറ്റിവെക്കുന്നു. ആ പർപ്പസ് എന്നതാണെന്ന് ചോദിച്ചാൽ, നന്മയുണ്ടാകണം, പൂർണ്ണതയുണ്ടാകണം, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരാകണം, ലോകത്തിന് അനുരൂപരാകരുതേ, ദൈവപ്രസാദമുള്ളവരായി അവരിലൂടെ സംസാരിക്കുന്നവർ യേശുക്രിസ്തുവിനെ കാണുവാൻ ഇടയായി തീരണം. സ്തോത്രം. ഒന്ന് കരം ഉയർത്തി, വലതുകരം എല്ലാവരും ഒന്ന് ഉയർത്തി സ്തോത്രം ചെയ്തേ. മക്കളെ, ആണുങ്ങൾ, ആൺപിള്ളേരെല്ലാം ഒന്ന് കരം ഉയർത്തിക്കേ. സ്തോത്രം. അപ്പം നിങ്ങൾ ചോദിക്കും, കർത്താവിൻ്റെ ദാസനെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വേണ്ടേ? ഞങ്ങൾക്ക് ഈ പ്രതിസന്ധി മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഈ ദുഃഖം മാത്രമേ ഉള്ളൂ? അങ്ങനെയല്ല. ദൈവം തൻ്റെ ജനത്തെ ഒരിക്കലും മറക്കുന്നില്ല. അതെപ്പോഴും ഓർത്തോണം. ദൈവം തൻ്റെ ജനത്തെ ഒരിക്കലും, ഒന്ന് പറ, എന്നെ മറക്കാത്ത എൻ്റെ ദൈവമുണ്ടെന്നേ. ദൈവം തൻ്റെ ജനത്തെ മറക്കത്തില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ദൈവം തൻ്റെ ജനത്തെ ഒരിക്കലും മറക്കത്തില്ല. ദൈവം തൻ്റെ ജനത്തെ മറക്കുന്നില്ല. അവർക്ക് വേണ്ടത് എല്ലാം കൊടുക്കും. അപ്പം ന്യായമായിട്ട് നിങ്ങളുടെ ഉള്ളങ്ങളിലൂടെ വന്ന ഒരു ചോദ്യം ചിഹ്നമായിട്ട് ഇട്ടിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. അപ്പോൾ എന്നിലെ കുറവുകളൊക്കെ കണ്ടിട്ടും, എന്നിലെ ഇണക്കപ്പിണക്കങ്ങളൊക്കെ കണ്ടിട്ടും, ഞാൻ ഈ ലോകത്തിന് അനുരൂപനായി ജീവിച്ചിട്ടും എനിക്ക് അനുഗ്രഹത്തിന് കുറവുകളൊന്നും ഇല്ലല്ലോ എന്ന് എവിടെയോ ഒരു ചിന്ത വരത്തില്ലേ ഉള്ളിൽ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അല്ലേ അച്ഛാ? എൻ്റെ ജീവിതത്തിലെ കുഴപ്പങ്ങൾ നിലനിൽക്കെ തന്നെ എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. അതെന്താണെന്നൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ ഭാഗത്തിന് മുമ്പോട്ട് വരാം. ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിക്കുക. വിടുവിച്ച ദൈവം ഒരു രാത്രിയിൽ അവരെ വിടുവിക്കുന്നു. അവർ യാത്ര ചെയ്യുന്നു. അപ്പോൾ അവിടെ വിടുവിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ട മോശയോട് ചെന്ന് ദൈവം പറയുന്ന ഒരു പദം പറയണമേ. ആ ജനത്തിൻ്റെ, എൻ്റെ ജനത്തിൻ്റെ, ആരുടെയാ? എൻ്റെ ജനത്തിൻ്റെ നിലവിളി. അപ്പം ദൈവം തൻ്റെ ജനത്തെ മറക്കുന്നില്ല. അവിടെ ചിലപ്പോൾ 10-20 വർഷമായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയമായിരിക്കാം. 20 വർഷമൊക്കെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ആരിലും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. 20 വർഷമൊക്കെ പ്രാർത്ഥിച്ച വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലും ഉണ്ടോ? അങ്ങനെ 20 വർഷമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, 25 വർഷമായിട്ട് ഞാൻ ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അബ്രഹാം എത്ര വർഷം പ്രാർത്ഥിച്ചു? വാഗ്ദത്തം കേട്ടിട്ടും 25 വർഷം പ്രാർത്ഥിച്ചു. 25 വർഷം. ഈ ദൂതിൻ്റെ പ്രത്യേകത കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആമേൻ പറഞ്ഞോണം. നിങ്ങളോടൊരു ദൂത്, ഒരു സാഹചര്യമില്ലോ നടക്കാൻ. ഈ ദൂതിൻ്റെ പ്രത്യേകത അതാ. ഒരു സാധ്യതയുമില്ല, ഒരു സാധ്യതയുമില്ല. ദൂതിൻ്റെ പ്രത്യേകത അതാണ്.
നിങ്ങൾ ഈ പത്രങ്ങളൊക്കെ വായിക്കുന്നവരാണോ? പത്രമൊക്കെ വായിക്കണമേ. ഇംഗ്ലണ്ടിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയണമേ. ഞാൻ മലയാളം പത്രങ്ങളൊക്കെ ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, വായിക്കുന്ന ആളാണ്. ആനുകാലിക സംഭവങ്ങളൊക്കെ അറിഞ്ഞു പോകണം, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ ഈ മനോരമയിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് കിട്ടും, സബ്സ്ക്രൈബ് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിന് ഫുൾ ഡീറ്റെയിൽ ന്യൂസുകളെല്ലാം കിട്ടും. ഞാൻ ഒരു ഹെഡിങ് കണ്ടാണ് ഞാനത് വായിച്ചത്. അമേരിക്കയിലുള്ള ശാസ്ത്രജ്ഞർ, ഇനി നിങ്ങൾ എന്നോട് പറയുകയാണ്, ഞാൻ ലിങ്ക് അയച്ചു തരാം. അമേരിക്കയിലുള്ള ശാസ്ത്രജ്ഞർ ജീവന്റെ കണിക ബഹിരാകാശത്ത് കണ്ടു. നിങ്ങൾ ആരെങ്കിലും ന്യൂസ് കണ്ടിരുന്നോ? ഒരാൾ കണ്ടു, ലിൻസി അല്ലേ? കണ്ടില്ലേ? കണ്ടു. ബാക്കി ന്യൂസിന് ഞാൻ പറയാം, തെറ്റുവാണ് പറയണം എന്നോടെ. അത് 128 പ്രകാശവർഷം അകലെയാണ്. ഈ ടൈറ്റിൽ വായിച്ചു, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ എവിടെയൊക്കെയോ ആൾക്കാരുണ്ട്. 128 പ്രകാശവർഷം അപ്പറയാ. അപ്പം ഞാനിത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിച്ചു, ഈ ഒരു പ്രകാശവർഷം എത്രയാണ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബോട്ട് പിടിച്ച് അങ്ങ് വിട്ടേക്കാം. അപ്പോൾ ഈ പ്രകാശവർഷം എന്നറിയുന്നത് ഈ കണക്കല്ല, അതൊരു മെഷറാന്ന് അന്നേരം ഞാൻ അറിയുന്ന പോലും. ഞാൻ ഓർത്ത് അത് ഈ ദൂരം പോലെയാണ്, കിലോമീറ്റേഴ്സ് പോലെയുള്ള ഒരു സാധനമാണ്. അതല്ലത്, എന്തായാലും ഓട്ടെ. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പ്രകാശവർഷം ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഏറ്റവും ഹൈടെക് ഉപകരണം വെച്ച് യാത്ര ചെയ്താലും 10,000-ൽ പരം വർഷം വേണം ഒരു പ്രകാശവർഷം യാത്ര ചെയ്യാൻ. അപ്പോൾ യേശു ക്രിസ്തു 2000 വർഷം. അപ്പം ഞാൻ ചിന്തിച്ചു, യേശു 2, നോഹ, മോശ, പ്രളയം, ആദാം എല്ലാം കൂടെ ഒരു 6.5 വർഷം കൂടിയാണ്. അന്ന് ഏറ്റവും ലഭ്യമായിരിക്കുന്ന ഒരു റോക്കറ്റിൽ ആദാമിനെ കയറ്റി വിട്ടാലും ഇന്നും ആ ജീവന്റെ ആ കണികയുള്ളിടത്ത് എത്താൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ച്, ഇതറിഞ്ഞിട്ട് എന്നെ എടുക്കാനാ? എൻ്റെ ലൈഫിൽ ഇങ്ങ് നടക്കാൻ പോകണില്ല. എൻ്റെ ലൈഫിൽ ഇത് കേൾക്കുന്നുണ്ടോ? ഞാൻ ഇവിടെ ലഭ്യമായിരിക്കുന്ന ഒരു റോക്കറ്റിൽ കയറി ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയില്ലെങ്കിൽ പിന്നെ യാത്ര തിരിക്കുന്നതിനാ? അപ്പോൾ അടുത്ത ചിന്ത എന്നിൽ വന്നു, ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും ആ ജീവന്റെ കണികയുള്ളിടത്ത് ഒരിക്കലും എത്താൻ പോണില്ല. പക്ഷെ ഇവർ കണ്ടുപിടിച്ചു. അതിന് ഭൂമിയേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള ഒരു നക്ഷത്രം, അതിന് ചുറ്റും ഒരു ഗ്രഹമുണ്ട്. ഇത്രയും കാര്യങ്ങൾ അവർ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ വന്നതാ, കണ്ടുപിടിക്കപ്പെട്ടിരിക്കുകയാണ്. എന്ത് പ്രയോജനമാണ്? ഒരിക്കലും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് അവിടെ എത്താൻ പറ്റത്തില്ല. നമ്മളുടെ ലൈഫ് സ്പാൻ എത്രയാ? ഏറിയാൽ 70 പറയണ്ട, ഞങ്ങളൊക്കെ 70 അടുക്കാറായി. ഏറിയാൽ 120, മോശയുടെ പറയാം അല്ലേ? അല്ലേ? സ്തോത്രം. അപ്പൊ ഈ 70 വർഷം കൊണ്ട് എന്നാ യാത്ര ചെയ്യാനാ? അല്ലെ 80 വർഷം കൊണ്ട് 10,000-ൽ പരം വർഷം വേണം ഒരു പ്രകാശവർഷം യാത്ര ചെയ്യാൻ. ഇത് എഴുതിയിരിക്കുന്നത് × 128. അപ്പം ഞാനിങ്ങനെ കണക്ക് കൊണ്ട് നോക്കിയിട്ട് ഞാൻ റിയലി ചെയ്ത കാര്യങ്ങളാണ്. ഗൂഗിളിൽ കാൽക്കുലേഷൻ അടിച്ചു, കുറേ ഈയും ഇങ്ങനെയൊക്കെയുള്ള കുറേ ചിഹ്നങ്ങൾ ഇട്ടിട്ട് പറഞ്ഞു ഇതാണെന്ന് അതിൻ്റെ ഉത്തരം. എന്ന് വെച്ചാൽ ഇതൊന്നും വായിക്കാൻ എനിക്ക് അറിയത്തില്ല. ലിമിറ്റഡ് അല്ലാത്ത ഫിഗറായിപ്പോയി. ഇത്രയും വർഷങ്ങൾ വേണം, ആണ്ടുകൾ, സംവത്സരങ്ങൾ വേണം അവിടെ എത്താൻ. എന്ത് പ്രയോജനമാണ്? എന്ത് പ്രയോജനമാണ്? ജീവന്റെ കണിയെ കണ്ടുപിടിക്കപ്പെട്ടു. അല്ല ലിൻസി, ഞാൻ ന്യൂസ് എന്ന് എല്ലാവർക്കും കൊടുത്തേക്കണം, ഇന്ന് ഗ്രൂപ്പിലിട്ടു, എല്ലാവരും ഒന്ന് വായിക്കട്ടെ, അങ്ങനെയെങ്കിലും പത്രം വായിക്കട്ടെ. ഞാൻ ചിന്തിച്ച ചിന്ത പറയാം. പിതാവ് പുത്രനെ എല്ലാ നാമത്തിലും മേലായ നാമം കൊടുത്ത് അവനെ ഉന്നതികളിൽ ഇരുത്തിയിരിക്കുന്നു. സ്വർഗമുണ്ട്,
സ്വർഗാദി സ്വർഗമുണ്ട്. ഏറ്റവും മുകളിലത്തേതാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ വാസസ്ഥലം. അത്യുന്നതനായ ദൈവത്തിൻ്റെ വാസസ്ഥലത്തിൻ്റെ കീഴെയാണ് ഈ പ്രപഞ്ചവും അതിലുള്ള സകലതും. അല്ലെങ്കിൽ ഈ അഖിലാണ്ടത്തിൽ മുഴുവനുള്ളതും അത്യുന്നതനായ ദൈവത്തിൻ്റെ കീഴെയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരുന്നത് എവിടെ നിന്നാ? 128 പ്രകാശവർഷം ദൂരെയുള്ള ഒരു ജനിതക കണിക കണ്ടവിടത്തിൽ നിന്നല്ല, അതിൻ്റെ മുകളിൽ നിന്ന്. എങ്ങനെയാ? സ്പ്ലിറ്റ് സെക്കൻഡും കൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. ജീവനോടെ ഇരിക്കുന്ന നാം പെട്ടെന്ന് രൂപാന്തരപ്പെടും, നമ്മൾ എടുക്കപ്പെടും. എവിടെയാ? ഈ 128 പ്രകാശവർഷം ദൂരെയുള്ള നക്ഷത്രത്തിന്റെ മേലെ നമ്മളെത്തും. അവിടെ നമ്മുടെ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ 7 വർഷം പാർക്കും. അതിനായിട്ട് വിളിക്കപ്പെട്ടവരോട് പോൾ പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരായി തീർന്ന് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതത്തെ നിങ്ങൾ വിട്ടുകളയരുത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ പറയണം, കോടാനുകോടി യുഗങ്ങൾക്ക് യുഗങ്ങളുടെ പാറയായ ക്രിസ്തു എന്റെ ചേർപ്പാൻ വരുമ്പോൾ എനിക്കെടുക്കപ്പെടണം. സ്തോത്രം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പോൾ ഈ വിഷയത്തെ വീണ്ടും പറയുകയാണ്. ദൈവമക്കളെ, നിങ്ങളൊരു കാര്യം അറിയണം. ആദ്യം പോൾ പറയുകയാണ്, ദൈവത്തിൻ്റെ മനസ്സലിവ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. പോളിൻ്റെ ചിന്തയാ അത്. പോള് ധന്യനായ പൗലുസ്ലീഹ പറയുകയാണ്. പക്ഷെങ്കിൽ ഇവിടെ വേറൊരു വ്യക്തിയെക്കുറിച്ച് ആദ്യമായിട്ടൊന്ന് പറയുകയാണ്. നിങ്ങളിൽ ഒരുത്തനായ ക്രിസ്തയേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയവുമുള്ളവരായി നിൽക്കേണ്ടതിന്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിലനിൽക്കേണ്ടതിന് അവൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നല്ല, അവൻ നിങ്ങൾക്ക് വേണ്ടി യാബോക്കെന്ന കടവിൽ യാക്കോബ് പോരാടിയതുപോലെ ഒരു മൽപ്പിടുത്തം നടക്കുകയാണ്. നിങ്ങളിൽ ഒരുത്തനെ പോലും പൈശാചിക ശക്തികളുടെ ദൂതന്മാർ, ഏജന്റുകൾ ഇറങ്ങി ലോകത്തിന് അനുരൂപരായി തീരുവാൻ ഇടവരാതെ വണ്ണം അവൻ നിങ്ങൾക്ക് വേണ്ടി കുഞ്ഞാടിന്റെ രക്തത്താലുള്ളൊരു വലയം സംരക്ഷണമാക്കി നിങ്ങൾക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ പറയണമേ, എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ വിനീതമായിട്ട് പറയാം, ഏത് സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വരട്ടെ, അല്ലേ, ഏതെല്ലാം പൊസിഷനുകളും ഏതെല്ലാം സ്റ്റാൻഡേർഡുകളും ഏതെല്ലാം മാൻഷൻ ഹൗസുകളും ഏതെല്ലാം പ്രസ്റ്റീജ് ടൈപ്പുള്ള വാഹനങ്ങൾ ലഭ്യമാകട്ടെ, കർത്താവിനോട് പറഞ്ഞ സൃഷ്ടാവിനെ തള്ളിയിട്ട് സൃഷ്ടിയെ ഞാൻ ഭജിക്കത്തില്ല. ഇതിൻ്റെ എല്ലാം കാരണഭൂതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുന്ന ഒരു കണ്ണ്, നിലവിളിക്കുന്ന ഒരു ഹൃദയം, മടക്കാൻ ഒരു മുട്ടുമടിക്കാൻ ഒരു കൈമുണ്ടെങ്കിൽ ദൈവം പറയും, നിന്നെ ഞാൻ ഇനിയും മാറ്റാം മോനെ, കാര്യം നീ നിഗളിക്കത്തില്ല. എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചങ്ങ് അവിടെ നിർത്താം. അടുത്ത ആഴ്ച അതിൻ്റെ ഭാഗമെടുക്കാം. എപ്പഫ്രാസ് പ്രാർത്ഥിക്കുവാണ്, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിലനിൽക്കേണ്ടതിന് വേണ്ടി അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി സദാ എപ്പോഴും പോരാടുന്നു. എപ്പോഴും പോരാടുന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നു എന്ന് എഴുതാമായിരുന്നു, പോരാടി പ്രാർത്ഥിക്കുന്നു എന്ന് എഴുതാമായിരുന്നു. ഇവിടെ പറയുകയാണേ, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിൽ അവൻ നിൽക്കുകയാണ്. കൊലോസ്യയിലുള്ള ദൈവസഭയ്ക്ക് വേണ്ടി എപ്പഫ്രാസ് എന്ന് പറയുന്ന പ്രാർത്ഥനാ മനുഷ്യന് വേറെ വിഷയങ്ങൾ പ്രാർത്ഥിക്കാനില്ലാഞ്ഞിട്ടല്ല, അവിടെ വിശുദ്ധന്മാരെന്നുള്ള ഒരു ഗണത്തിലുള്ള ജനത്തെ ഉപദ്രവിക്കുവാൻ പല ശക്തികൾ വരുമ്പോൾ അവർ ദൈവകൃപ വിട്ടുപോകാതിരിപ്പാൻ, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും അവർ പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരുവാൻ വേണ്ടിയിട്ട് അവൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടി പ്രാർത്ഥിക്കുക.
നിങ്ങൾ അല്പം ഒന്ന് റിലാക്സ് ആയിട്ടിരുന്നേ നിങ്ങളെല്ലാവരും. നമുക്ക് പ്രാർത്ഥനയുടെ പല തലങ്ങൾ അറിയാം അല്ലേ അച്ഛാ? നമുക്കൊക്കെ പ്രാർത്ഥനയുടെ പല ലെവലുകൾ അറിയാം. ഇപ്പം എന്നെയും അച്ചാനെയും പോലെ, അല്ലെങ്കിൽ ഞങ്ങളെ ഇച്ചിരി പിള്ളേർ ഉള്ളവരാണെങ്കിൽ അവർ വെളിയിലൊന്ന് പോയി മടങ്ങി വരുന്നവരും വരെ ചങ്കിനകത്തൊരു തീയ അല്ലേ? തീയ, സ്തോത്രം, തീയ. സഹോദരിമാർ ഇവിടെ അത്ര ഇല്ല, എന്നാലും ഞാൻ പറയാം. സഹോദരങ്ങൾ ഏറ്റവും പ്രാർത്ഥിക്കുന്ന എപ്പോഴാണെന്നറിയാവോ? നിങ്ങൾ ഇവിടെ നിന്ന് ലണ്ടന് പോകാനെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യും. പ്ലാനിങ്ങിലൊന്നും പ്രാർത്ഥിക്കത്തില്ല, വണ്ടിയെ കയറിയതൊരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ ഉടയവനും എൻ്റെ രക്ഷിതാവും എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ കാവൽക്കാരനുമായ എൻ്റെ ദൈവമേ, എൻ്റെ സ്ഥിതിയൊക്കെ അറിയാമല്ലോ. ഇടത്തോട്ടെന്ന് പറഞ്ഞാൽ റൈറ്റ് തിരിയും, വലത്തോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ലെഫ്റ്റ് തിരിയും. ഗൂഗിൾ എങ്ങാനും നിന്ന് പോയാൽ തീർന്നു. അതൊക്കെ പോട്ടെ, പോണ വഴിക്ക് ഒരു ആക്സിഡൻറ്റ് കാണുമ്പോൾ അല്ലേ ഏറ്റവും പ്രാർത്ഥിക്കുന്ന ഒരു ഏരിയ ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ. സഹോദരിമാരും ഇതുപോലെയാണ്. സ്തോത്രം. എൻ്റെ വൈഫൊക്കെ ആദ്യം 2003 ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അവൾ ആ കാലത്ത് ലൈസൻസ് 2003. അപ്പോൾ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്, എൻ്റെ എതിർവശത്ത് വണ്ടി പോലും വരരുതേ എന്നാ. എൻ്റെ എതിർവശത്ത് വണ്ടി വരരുത്. ഞാൻ വന്നിട്ടുണ്ട് അതിനിട്ട് കൊണ്ട് ഇടിക്കുമെന്ന് ഞാൻ. കാരണം അത് നോക്കിയായിരിക്കും ഞാൻ ഓടിക്കുന്നതെന്ന്. സത്യമാണ്. നീ മാഞ്ചസ്റ്റർ സഹോദരിമാർ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളുടെ വഴിയാത്രയിൽ എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ കർത്താവേ ഓപ്പോസിറ്റ് വണ്ടി വരരുതേന്ന്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെന്നൊന്നും പറയരുത്. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയപ്പോൾ ഇതൊക്കെ പ്രാർത്ഥിച്ചല്ലേ? ഇരിക്കുന്ന ഇരിപ്പുണ്ട്, അതൊന്നും പ്രാർത്ഥിക്കാത്തവരെ പോലെയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയെന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവേ ഇന്ന് ട്രാഫിക് ജാമുകൾ വരരുത്, ഇന്ന് സ്കൂള് പിള്ളേരൊന്നും വഴിയിലിറങ്ങി നടക്കരുത്, എതിർ ദിശയിൽ നിന്ന് ശരപഞ്ചം പോലെ വണ്ടികൾ വരരുത്, ഞാൻ പോകുമ്പോൾ വഴി സുഗമമായിരിക്കണമേ. എല്ലാം പ്രാർത്ഥിച്ചവരാ അല്ലേ? പ്രാർത്ഥിച്ചവരാ. കർത്താവിന് ആ പ്രാർത്ഥന വീണ്ടും വേണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു പദം ദൈവമക്കളെ നിങ്ങളോട് പറയാം. ആരാധിച്ചാണ് നീ വിടുതൽ പ്രാപിച്ചതെങ്കിൽ നീ ആരാധിച്ചോണമേ. പിശാചാദ്യം മുടക്കുന്ന നിന്റെ ആരാധനയാണ്. നീ കരമടിച്ച് നേടിയതാണെങ്കിൽ ഇംഗ്ലണ്ടിൽ വന്ന് സ്ഥിതി മാറിയപ്പോൾ നീ കരമടിക്കാതിരിക്കുന്നത് പൈശാചിക തന്ത്രമാണ്. നീ ഉപവസിച്ചാണ് വിഷയങ്ങളെ നേടിയതെങ്കിൽ നിന്റെ ഉപവാസത്തിന്റെ സമർപ്പണത്തെ പിശാച് ആദ്യം ബ്ലോക്ക് ചെയ്യും. നീ കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തിന്റെ നിലമ്പാട് വീണ് പ്രാപിച്ചതാണെങ്കിൽ അങ്ങനെയുള്ള നിലയിലൊന്നും പ്രാർത്ഥിച്ചത് കൊണ്ട് ഉള്ള നല്ലെന്നുള്ള ഒരു ഫോൾസ് ടീച്ചിങ് നിന്റെ ഉള്ളിൽ കൊണ്ടിടും. നിങ്ങൾക്ക് മടങ്ങി വരാൻ തയ്യാറാണോ? നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് താല്പര്യമാണ്. സ്തോത്രം. എനിക്ക് താല്പര്യമാണ് നമ്മൾ നന്മയും പൂർണ്ണതയും, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയണം. ഞാൻ ഇച്ചിരിയുടെ മുമ്പോട്ടൊന്ന് പോട്ടെ. അപ്പം നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളുടെ നിലകളുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ ഒന്ന് പോയിരിക്കും. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയാണ്, അവർ രാത്രിയിൽ വണ്ടി എടുത്തൊക്കെ പോകാറുണ്ട്. എന്നോട് പറയും യൂണിയിൽ പോകണം, 2 മണിക്ക് എந்திരിച്ചെത്തുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ ആദ്യകാലത്തൊക്കെ ഞാൻ പുറകെ പോകും. നോക്കണം പറയും. ഇവൻ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പുറകെ വേറെ വണ്ടി എടുത്ത് പോകും, കയറി ഇരിക്കും, അവിടെ കിടക്കും. നമ്മുടെ പിള്ളേരെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം അതാ. പിന്നെ ബോധ്യമായി ഇതൊക്കെ നേരാണെന്ന്. തിരിച്ചു വരുന്നിടം വരെ ഉണ്ടല്ലോ, ഈ എൻ്റെ ഭാര്യ ഇങ്ങനെ ഞാനൊന്നും തിരിഞ്ഞിടക്കും ചോദിക്കും, ഉറങ്ങിയില്ലല്ലേ? നമ്മളിങ്ങനെ രക്തം ജയം. ആരൊക്കെയോ നമ്മൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരഞ്ഞായിരുന്നു. ആരൊക്കെയോ നമ്മൾ ഉഴപ്പി നടന്നിയപ്പോൾ, നമ്മൾ ചുരുണ്ടുകൂടി കടന്നപ്പോൾ ചിലർ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു. കൊലോസ്യ ദൈവസഭയോട് പോൾ പറയുകയാണ്, എപ്പപ്രാസ് പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. ദൈവമക്കളെ, അമ്മമാരെ, ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് പറയാം, ഈ ഭൂമിയിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നിടത്തോളം, പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിപ്പാൻ നിങ്ങൾ എടുക്കുന്ന ഭാരത്തെ പോലെ ഈ ഭൂമിയിൽ ഒരു വ്യക്തി എടുക്കത്തില്ല. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വരമാണ് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ. സ്തോത്രം. ഇന്ന്
എനിക്കറിയത്തില്ല അത്രയും ഡീറ്റെയിൽ ആയിട്ട്. തലമുറകൾക്ക് വേണ്ടി കരയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ഉപദേശം പറയാം. നിങ്ങൾ തലമുറകൾക്ക് വേണ്ടി കരയാൻ തുടങ്ങും. എനിക്കൊരു തലമുറയെ ലഭ്യമായാൽ, ഹന്ന ഉപയോഗിച്ച പദങ്ങളങ്ങ് വരണം, ഞാൻ അവന് ദൈവത്തിന് നിവേദ്യമായി സമർപ്പിക്കും. ദർശനം നഷ്ടപ്പെട്ട ഏലിയെ കണ്ടപ്പോൾ സകലരും കുറ്റപ്പെടുത്തിയപ്പോൾ ഹന്ന പ്രാർത്ഥിച്ചു, ഇസ്രായേലിനൊരു ന്യായപാലകനെ വേണം, ഇസ്രായേലിനൊരു ന്യായപാലകനെ വേണം, ഒരു ന്യായാധിപനെ വേണം, ഒരു പ്രവാചകനെ വേണം. ഹന്നയുടെ പ്രാർത്ഥനയെ ദൈവം കേട്ടു. ഹന്നയുടെ മകൻ വളർന്നത് ഹന്നയുടെ വീട്ടിലല്ല. ഏലിയുടെ പുത്രന്മാരായിരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞ് നീചപുത്രന്മാരായിരിക്കുന്ന രണ്ടുപേരുണ്ട്, ഹിനവാസും ഓഫ്നി. ഇവന്മാരോടുകൂടെ വളർന്നു. പോൾ പറയുകയാണ്, നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്. ഓഫ്നിയെക്കുറിച്ചൊന്നും ചരിത്രങ്ങളില്ലല്ലേ, മരിച്ചുപോയി, പെട്ടുപോവുകയാണ്. ഒറ്റ ദിവസം 3 പേരും. ദേശത്തിനും സഭയ്ക്കും ദൈവമക്കൾക്കും വേണ്ടി ന്യായപാലനം, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തും കൊണ്ടിരുന്ന ഏലി കഴുത്ത് ഒടിഞ്ഞു മരിക്കുന്നു. പിള്ളേർ 2 പേരും പെട്ടുപോകുന്നു. അവിടെ പഞ്ഞനൂൽ കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് നടന്നിരുന്ന ഏലിയുടെ ചാരത്തുറങ്ങാതെ പെട്ടകത്തിൻ്റെ ചാരത്തുറങ്ങിയ ശമൂവേൽ ദാൻ മുതൽ ബർഷേബ വരെ ന്യായപാലനം ചെയ്യുവാനിടങ്ങി. നിങ്ങൾ എപ്പപ്രാസിനെ പോലെ പ്രാർത്ഥനക്കാരായി തീരണം. കരടിക്കാത്ത വ്യക്തികളെയൊക്കെ കണ്ടു നോക്കി വെക്കണം. ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ മുട്ടുമടക്കണം. അവൻ ഗുണം വരത്തില്ലെന്നല്ല പറയേണ്ടത്, അവൻ ശരിയാകത്തില്ലെന്നല്ല പറയേണ്ടത്. ദൈവമേ, ആ വ്യക്തിയുടെ മേൽ ഒരു ദൈവപ്രകാശമുണ്ടാകണം. നാഥാൻ തെറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്, ദാവീദ് തെറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് നാഥാന്റെ മുമ്പിൽ. അതുകൊണ്ട് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്, അനേക സങ്കീർത്തനങ്ങൾ ദാവീദ് അവിടെ എഴുതിയായിരുന്നു. ആരാധനാ ഗീതങ്ങളാണ് എഴുതിയത് മുഴുവൻ. ആരാധനയെങ്കിൽ നമ്മൾക്ക് ദൈവസന്നിധിയിലുള്ള പാപബോധത്തെ ഉണർത്തത്തില്ല ആരാധന. അത് ആരാധനയുടെ ഒരു ഘടകം. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം സിമ്പിളായിട്ട് പറയാം. ഇവിടുത്തെ ഗവൺമെൻറ് ഇപ്പം ലേബർ പാർട്ടിയാണ് ഭരിക്കുന്നത്. ലേബർ പാർട്ടി അല്ലേ, ലേബർ പാർട്ടിയാണ്. അയാളുടെ പേര് എന്തെങ്കിലും ആട്ടെ, ഇപ്പോഴത്തെ ആളുടെ പേര് എനിക്ക് അത്ര അങ്ങോട്ട് അറിയത്തില്ല. എന്തെങ്കിലും ആട്ടെ, ആ വ്യക്തി ഇപ്പോൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മൾ ലേബർ പാർട്ടിക്കാരല്ലെങ്കിലും നമ്മൾ വരുമ്പോൾ ചെന്നൊരു കൈ കൊടുക്കില്ലേ? ഇപ്പം എല്ലാവരോടും ഒരു ലീഡർ എന്ന് പറയാം, ഒന്ന് ഹായ് പറയാൻ പറഞ്ഞാൽ നമ്മളെല്ലാം കൂടെ ശബ്ദം ഉയർത്തി ഹായ് പറയില്ലേ? അല്ലെ കിങ് വരുവാന്ന് വിചാരിക്കുക, ചാൾസ്, പുള്ളിയുടെ പേരെനിക്കറിയാം. നമുക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലേലും ഇല്ലേ? പിണറായി വിജയനെ താല്പര്യമുള്ളവരുണ്ട്, താല്പര്യം ഇല്ലാത്തവരുണ്ട് ഇതിനകത്ത്. ഉമ്മൻചാണ്ടിയോട് താല്പര്യം ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ടായിരുന്നു. പോകുമ്പോൾ ഹായ് എന്ന് പറയാറില്ലേ? സച്ചിൻ ടെണ്ടുൽക്കറിനെ താല്പര്യമുള്ളവരും ഉണ്ട്, താല്പര്യം ഇല്ലാത്തവരും ഉണ്ട്. പക്ഷെ ക്രിക്കറ്റ് കളത്തിൽ ഇറങ്ങുമ്പോൾ പുള്ളിക്ക് ഹായ് ഹായ് ജയ വിളിക്കുക എല്ലാവരും തയ്യാറാണ്. പുള്ളിയുടെ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. ആരാധന എന്ന് പറയുന്നത് നിയമിക്കപ്പെട്ട ദൈവമക്കൾ എല്ലാവരും ആരാധിച്ചിരിക്കും. ആരാധനയിൽ പാപബോധം വരത്തില്ല. നീ ആരാധിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാകിയാൽ ആരാധിച്ചേ പറ്റുകയുള്ളൂ. സ്തോത്രം. അപ്പന്മാർ മക്കളൊക്കെ നല്ല സാധനങ്ങൾ മേടിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ പിണക്കമാണ്. നല്ല സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും, പിണക്കമുണ്ട്. പക്ഷെങ്കിൽ ഈ വചന ശുശ്രൂഷയിൽ നമുക്ക് മാനസാന്തരം വരും. വചന ശുശ്രൂഷയിൽ നമ്മൾക്ക് സുബോധമുണ്ടാകും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ മറ്റുള്ളതെല്ലാ ബിസിനസ്സുകളും വിട്ടിട്ട് ആരാധിക്കാത്ത മാഞ്ചസ്റ്റർ സഭയോരാണ് ഉറങ്ങുന്നവരെയൊക്കെ കാണിക്കാം. ഉറങ്ങുന്നവരെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാത്തവരെ എല്ലാം കാണാം. ഇപ്പം ലിനു ബ്രദറാണ് ഇവിടെ നൈറ്റ് പ്രെയർ ലീഡ് ചെയ്യുന്നത്. ഞാനും സുജയ് മിക്ക ദിവസം കയറാറുണ്ട്. ഒന്ന് ഞാനോ അല്ലെങ്കിൽ അവളോ കയറും. ഞങ്ങൾ ഡ്രൈവിങ്ങിലൊക്കെ ആയിരിക്കും, പക്ഷെ ഒന്ന് കയറും.
ഞാൻ കയറുമെന്ന് പറഞ്ഞതിൻ്റെ സാരം കൂടെ പറയാം. ഇപ്പം ഞാൻ കയറി, അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പിറ്റേ ആഴ്ച ഞാനിവിടെ വന്ന് ശുശ്രൂഷിക്കുക. അപ്പോൾ ജിജോ എന്നോടൊന്ന് പറയുകയാണ്, ഇന്നൊരു വിഷയത്തിൽ പ്രാർത്ഥിക്കണമെന്ന്. എൻ്റെ മനസ്സിൽ കൂടെ ആദ്യം പോണ പിക്ചർ എന്നായിരിക്കും, എടാ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു കൂട്ടം നൈറ്റിൽ എഴുന്നേൽക്കുന്നുണ്ട്, അവിടെ നിനക്ക് സമയമില്ല. ഈ ലിവർപൂളിൽ നിന്ന് ഇവിടെ വരെ 1.25 മണിക്കൂർ വണ്ടി ഓടിച്ച് വന്ന് ഞാൻ പ്രാർത്ഥിക്കണോ? അല്ലേ? നിങ്ങൾ മാഞ്ചസ്റ്ററിൽ പറയത്തില്ല 4 പേരൊക്കെ നൈറ്റ് പ്രെയർ കയറുള്ളൂ. കാര്യം ഞാൻ മിണ്ടരുതെന്ന് മനസ്സിൽ നൈറ്റ് പ്രെയറിൻ്റെ കാര്യം. ആവശ്യമുള്ളവൻ പ്രാർത്ഥിക്കട്ടെ, ഐക്യതയുള്ളവർ പ്രാർത്ഥിച്ചാൽ മതിയെന്നേ. ഈ വെളിപ്പാടിലാണ് എപ്പപ്രാസ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഉഴപ്പിയപ്പോഴും ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ഞാനൊരു പദം പറഞ്ഞങ്ങ് പ്രാർത്ഥിച്ച് നിർത്താം. ഈ ജനത്തിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടു, അവരുടെ നിലവിളി ഞാൻ കണ്ടു. ഞാൻ അവർക്കായി ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ മറക്കാത്തതിനാൽ നാളുകൾ നീണ്ടപ്പോൾ നമ്മൾ ഓർത്തു ദൈവം നമ്മളെ മറന്നെന്ന്. ഊഴിയ വിചാരകന്മാരാലുള്ള പീഡ വർദ്ധിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ കരഞ്ഞപ്പോൾ സർവശക്തനായ ദൈവം മോശയെ ഒരുക്കി. ഈ ജനം ഒരു വിശേഷതയുള്ള ജനമാണ്. ഈ ജനം ഒരു വിശേഷതയുള്ള ജനമാണ്. കാര്യം അവരുടെ ജനനമൊക്കെ നമ്മൾ മോശയുടെ ജനനമൊക്കെ വായിച്ചാൽ മതി. അല്ലെങ്കിൽ എത്ര പേരാണ് മിസ്രൈമിലേക്ക് പോയത്, എത്ര പേരായിട്ട് അവർ തിരിച്ചു വരുന്നു. വർദ്ധിപ്പിക്കുകയാണ് ദൈവം, അവരെ വർദ്ധിപ്പിക്കുക. 70 പോയി 40 ലക്ഷമായി മടങ്ങി വരുന്നു. 72 പഠിപ്പിച്ചിട്ടുണ്ട്, പോട്ടെ. 40 ലക്ഷമായി മടങ്ങി വരുന്നു. ഈ ജനത്തെക്കുറിച്ച് ദൈവം പറയുകയാണ്, ഇവർ എൻ്റെ ജനമാണ്, ഇവർ എൻ്റെ ജനമാണ്. ഇനി നിങ്ങൾ പറയുന്ന പദം കേട്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ 40 ആണ്ട് എനിക്ക് ആ ജനത്തോട് നീരസമായിരുന്നു. 40 ആണ്ട് എനിക്ക് ആ ജനത്തോട്, കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം, ദൈവരാജ്യത്തിൽ അടങ്ങപ്പെട്ടിരിക്കുന്ന സകല കാര്യങ്ങളും നടക്കപ്പെട്ട ഒരു സംഭവമാണ് 40 വർഷത്തെ മരുഭൂമി യാത്ര. എന്നാൽ ദൈവം പറയുകയാണ്, എനിക്ക് ആ ജനത്തോട് നീരസമായിരുന്നു. ആദ്യം പറഞ്ഞത് എന്നതാണ്? അവരുടെ നിലവിളി ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഊഴിയ വിചാരകന്മാരാലുള്ള അവർ അനുഭവിക്കുന്ന പീഡകളെ ഞാൻ കണ്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. സർവശക്തനായ ദൈവം പറയുകയാണ്, മോശേ, ഈ ഹോരേബിൽ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ജനത്തിൻ്റെ നിലവിളി കണ്ട് അവരോട് മനസ്സലിഞ്ഞ് അവരെൻ്റെ ജനമാണ്, അവരെ വിടുവിപ്പാൻ ഞാൻ നിന്നെ അയക്കുന്നു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് പിന്നത്തേതിൽ. എന്നാൽ 40 ആണ്ടും എനിക്ക് ആ ജനത്തോട് നീരസമായിരുന്നു. ഈ നീരസത്തിൽ നടന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞങ്ങ് നിർത്തുക. പകൽ മേഘസ്തംഭമായി ഈ നീരസമുള്ള ജനത്തോടും ദൈവം പാർത്തു. രാത്രി അഗ്നിസ്തംഭമായി, നീരസം എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ മലയാള ഭാഷയിൽ പറഞ്ഞ പിണക്കമുള്ള ജനത്തോടുകൂടെ ദൈവം പാർത്തു. ഈ നീരസമുള്ള ജനം ചെങ്കടൽ കടന്നപ്പോൾ മുമ്പിൽ പോയ ദൂതൻ അവരെ ദാൻ ഗോത്രത്തെ ആക്രമിക്കുമെന്ന് ഭയന്ന് പിൻപിലേക്ക് പോയി. ഈ നീരസമുള്ള ജനത്തിന് ഗിൽഗാൽ വരെ കാടപ്പക്ഷിയും മന്നയും ദൈവം പൊഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഈ നീരസമുള്ള ജനം പല രാജാക്കന്മാരെയും കീഴ്മേൽ മറിച്ചു. ദൈവത്തിന് പ്രീതിയില്ലാത്ത ഈ കൂട്ടം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഭക്ഷണമായിരിക്കുന്ന മന്ന ഭക്ഷിച്ചും കൊണ്ടിരുന്നു. എപ്പപ്രാസ്
നിങ്ങൾക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുന്നു. പൗലോസ് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നമ്മുടെ പിതാവ് പൂർണ്ണതയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർത്തിയുള്ളവരായിരിപ്പീൻ. എവിടെയൊക്കെയോ ആരൊക്കെയോ നമ്മൾ അറിയാത്തവിടത്ത് അല്ലെങ്കിൽ നമ്മൾ അറിയുന്നവിടത്ത് നമ്മൾക്ക് വേണ്ടി മുട്ടുമടക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരുടെയും പ്രാർത്ഥനയുടെ ഫലമായിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങൾ എവിടെ എത്തിയത്. ഞാൻ ഈ പിതാവിനോട് ചോദിച്ചതുപോലെ, അപ്പന് മക്കളോട് കരുണയുള്ളതുപോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണയുണ്ടെന്നുള്ള തിരിച്ചറിവിൽ നമ്മുടെ മാതാപിതാക്കൾ ആ കീറ്റപ്പായയിൽ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ നിലമ്പാട് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അവസ്ഥയോ ഇത്, 1000 തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വചനപുസ്തകം ചുമക്കുന്നവളാ ഞാൻ, എൻ്റെ തലമുറകളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് അവർ നിലവിളിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞതിൻ്റെ ഫലങ്ങൾ അവിടെ വന്നിരിക്കുന്നത്. നിങ്ങളെ വെട്ടിയെടുത്ത കനിപർവ്വതത്തെ നിങ്ങൾ മറന്നു പോകരുത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ പറയണം, എനിക്കിത്ര മാത്രമേ ആഗ്രഹമുള്ളൂ നിങ്ങളെ ശുശ്രൂഷിക്കുന്നുള്ള ദൈവദാസൻ എന്നുള്ള നിലയിൽ. നിങ്ങൾ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ മടങ്ങിപ്പോകണം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ ഒന്ന് ഏൽപ്പിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിനോട് പറയാം, അങ്ങയ്ക്ക് നീരസമുള്ളപ്പോഴും അങ്ങയ്ക്ക് പ്രതികൂലം. പത്രോസിനെ കുറിച്ച് പറയുന്നത്, പിശാച് നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ എൻ്റെ അടുത്ത് വന്നായിരുന്നു. എന്നാൽ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നു. പ്രാർത്ഥിപ്പാൻ വരം ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. നിലവിളിപ്പാൻ ദൈവസന്നിധിയിൽ വരം ലഭിച്ച ദൈവമക്കൾക്കായി സ്തോത്രം. പരിശുദ്ധ ദൈവമേ, നിത്യനായ ഞങ്ങളുടെ കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ ദൈവഹിതം സംബന്ധിച്ച് ചില കാര്യങ്ങളൊന്ന് കേട്ടു മടങ്ങിപ്പോകുന്നു. ഞങ്ങൾ ഈ ലോകത്തിന് അനുരൂപരായി പോകരുതേ, മറ്റുള്ളവൻ്റെ അനുഗ്രഹമാകരുതേ. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ബേസ് ഞങ്ങൾ ദൈവഹിതത്തിനായിട്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ഈ ജനത്തെ അങ്ങയുടെ ഒരു അഭിഷിക്തനെന്നുള്ള നിലയിൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്താൽ അനുഗ്രഹിക്കുന്നു. മറ്റുള്ള എന്തിനേക്കാളും ഇവർ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരട്ടെ. മുഴുമഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കും യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.